നമസ്കാരം. അപ്പോൾ നമ്മുടെ മന്ദാരയും അവളുടെ മകൾ മാതിരിയും ദൃക്കാമതിപുരിയുടെ മന്ത്രിമുഖ്യൻ ആര്യകേശനോടൊപ്പം ഇപ്പോൾ ദൃക്കാമതിപുരിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. 3 വള്ളത്തിലായിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. അതിൽ നടുവിലത്തെ വള്ളത്തിലാണ് ഇവരെല്ലാം ഇരിക്കുന്നത്. ബാക്കി മുന്നിലും പിന്നിലുമായിട്ടുള്ള 2 വള്ളങ്ങളിലായിട്ട് 8 വീതം ഭടന്മാരാണ് അണിനിരന്നിരിക്കുന്നത്. ഇവരുടെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഈ യാത്ര. മന്ദാരയ്ക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും നൽകിയാണ് ഇവർ മന്ദാരയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനായി 2 ദാസിമാരെയാണ് ഇവർ ഒപ്പം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, വെള്ളം മുതലായ എല്ലാ സജ്ജീകരണങ്ങളും ഇവർക്കൊപ്പം ഉണ്ട്. രാത്രി കാലങ്ങളിൽ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള കുടിലുകളിൽ ഇവർ അന്തിയുറങ്ങും. ശേഷം മാത്രമാണ് ഇവരുടെ യാത്ര തുടരുന്നത്. വലിയ മലയിടുക്കുകളിലൂടെയും വനാന്തരങ്ങളിലൂടെയൊക്കെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഏതാണ്ട് 4 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ ഇവർ ദൃക്കാമതിപുരിയുടെ പ്രവേശന കവാടത്തിൽ എത്തിച്ചേർന്നു. ഉയരമേറിയ 2 ഗോപുരങ്ങൾ ചേർന്ന് ഒരുക്കിയിരിക്കുന്ന പ്രവേശന കവാടം കണ്ട് മന്ദാര വിസ്മയിച്ച് നിന്നുപോയി. പ്രവേശന കവാടത്തിൻ്റെ 2 തൂണുകളിലും കണ്ണിൻ്റെ മുദ്ര കൊത്തിവെച്ചിരിക്കുന്നു. എവിടെ നോക്കിയാലും ചിത്രപ്പണികളും കൊത്തുപണികളും കാണാം. അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര മന്ദാരയ്ക്ക് വിസ്മയം നൽകുന്ന യാത്രയായിരുന്നു. എന്തിനു പറയാൻ, മന്ദാരയുടെ മകൾ മാതിരിയെപ്പോലും ഈ ചെറുപ്രായത്തിൽ ദൃക്കാമതിപുരി വിസ്മയത്തിൽ ആഴ്ത്തി. എന്തായാലും നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ കൊട്ടാരത്തിലെത്തിച്ചേർന്നു. കൊട്ടാരത്തിലെത്തിയ ശേഷം മന്ത്രി ഇവരെ പരിചാരകരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് പരിചാരകരാണ് ഇവരെ അവരുടെ മുറിയിലേക്ക് കൊണ്ടുപോയത്. മുറിയെന്ന് പറയുമ്പോൾ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം തന്നെ മന്ദാരയ്ക്ക് നൽകിയതുപോലെയാണ് അവൾക്ക് തോന്നിയത്. അവരെ നോക്കുന്നതിന് വേണ്ടി മാത്രം 4 പരിചാരകരാണുള്ളത്. എല്ലാ രീതിയിലും സൗഭാഗ്യമാർന്ന ജീവിതം. മന്ദാരയ്ക്ക് അപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞതേയില്ല. അങ്ങനെ അന്ന് വൈകുന്നേരം മന്ദാരയെ രാജസന്നിധിയിലേക്ക് വിളിപ്പിച്ചു. രാജാവുമായുള്ള മന്ദാരയുടെ ആദ്യ കൂടിക്കാഴ്ചയാണിത്. ശരിക്കും പറഞ്ഞാൽ ദൃക്കാമതിപുരിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ദൃക്കാമതിപുരിയുടെ മാത്രമല്ല, മേദിനി കാണ്ഡത്തിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വെൽക്കം ടു ഫൈൻ സ്റ്റോറി. അതൊരു രഹസ്യ യോഗമായിരുന്നു. രാജാവ് ജയേന്ദ്രൻ, മഹാറാണി, മന്ത്രി ആര്യകേശൻ, രാജാവിൻ്റെ പിതാവ്, രാജഗുരു, പിന്നെ ചില ഉപദേഷ്ടകർ, ഇവർ മാത്രമടങ്ങുന്ന ഒരു രഹസ്യ യോഗം. ഈ യോഗത്തിലേക്കാണ് മന്ദാരയെ വിളിപ്പിച്ചിരിക്കുന്നത്. മന്ദാരയെ കണ്ടതും രാജാവ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് മന്ദാരയെ സ്വാഗതം ചെയ്തത്. ഇനിയാണ് പ്രധാന ചർച്ചയിലേക്ക് കടക്കുന്നത്. ഒരു സ്വപ്നം. വർഷങ്ങളായി രാജാവ് കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ വിചിത്രമായ ഒരു സ്വപ്നം. എന്നാൽ അതിന് എന്തൊക്കെയോ അർത്ഥങ്ങളുള്ളതായി അവർക്ക് തോന്നിക്കൊണ്ടേയിരുന്നു. ആ സ്വപ്നം വിശകലനം ചെയ്യണം. അതാണ് മന്ദാരയ്ക്ക് കിട്ടിയിരിക്കുന്ന ആദ്യ ദൗത്യം. ഇത് കേട്ടതും മന്ദാരയ്ക്ക് മനോധൈര്യം വർദ്ധിച്ചു. തൻ്റെ കഴിവ് തെളിയിക്കാൻ തനിക്ക് കിട്ടിയിരിക്കുന്ന ആദ്യ അവസരമാണിത്. ഇതിനെ എങ്ങനെയും പ്രയോജനപ്പെടുത്തണം. ഏറെ ആത്മവിശ്വാസത്തോടെ മന്ദാര രാജാവിനോട് പറഞ്ഞു, അങ്ങ് ആ സ്വപ്നം വിശദമായി പറഞ്ഞാലും. കാലങ്ങളായിട്ട് ഒരു ചോദ്യചിഹ്നമായിട്ട് കിടന്ന ആ സ്വപ്നത്തിന് ഇന്ന് ഒരു ഉത്തരം കിട്ടാൻ പോവുകയാണ്. ആ ആവേശത്തിൽ രാജാവ് താൻ കണ്ട സ്വപ്നം മന്ദാരയ്ക്ക് വിവരിച്ച് നൽകി. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു. ഒരു കാടിനുള്ളിൽ ഇടതൂർന്ന ഇലകളോടുകൂടി നിൽക്കുന്ന ഒരു മരം. ആ മരത്തിൻ്റെ ഉള്ളിലുള്ള ശാഖയിൽ ഒരു ഇലയിൽ തൻ്റെ മുട്ട സൂക്ഷിക്കുന്ന ഒരു ചിത്രശലഭം. ഓരോ ദിവസവും തൻ്റെ കുഞ്ഞ് അതിൻ്റെ വളർച്ചയുടെ ഓരോ കടമ്പകൾ കടക്കുന്നത് ഏറെ കൗതുകത്തോടെയാണ് ആ അമ്മ ശലഭം നോക്കി നിന്നത്. അങ്ങനെ പുഴുവിൽ നിന്നും മെല്ലെ സ്വർണ്ണ കവചമാർന്ന ഒരു ആവരണത്തിലേക്ക് കടന്ന തൻ്റെ കുഞ്ഞ് എന്ന് വേണമെങ്കിലും തന്നേക്കാൾ അഴകുള്ള അതിമനോഹരിയായ ഒരു ശലഭമായി മാറാം. ഏറെ പ്രതീക്ഷയോടെയാണ് ആ അമ്മ ശലഭം അത് നോക്കി നിന്നത്. ഈ സമയം ഒരു കുഞ്ഞിക്കുരുവി അവിടേക്ക് കടന്നു വരികയും ആ കുരുവി ആ അമ്മ ശലഭത്തോട് ചെങ്ങാത്തം കൂടുകയും ചെയ്യുന്നു. എന്നാൽ ഒരു വേളയിൽ ആ കുരുവി തൻ്റെ രൂപം മാറി ഒരു കഴുകൻ്റെ രൂപമാവുകയും
ആ സ്വർണ്ണ കവചത്തോടെ തൻ്റെ കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ട് അവിടെ നിന്നും ദൂരേക്ക് പറന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷം ദുഃഖിതയായി ഇരിക്കുന്ന ആ ചിത്രശലഭത്തിൻ്റെ അരികിലേക്ക് ഒരു അണ്ണാറക്കണ്ണൻ നടന്നു വരുന്നു. ആ അണ്ണാറക്കണ്ണനോടൊപ്പം അതിസുന്ദരിയായ ഒരു ചിത്രശലഭവും ഉണ്ടായിരുന്നു. ഇതായിരുന്നു രാജാവ് കണ്ട ആ സ്വപ്നം. ഈ സ്വപ്നം ഏതാണ്ട് 4 തവണ രാജാവ് ആവർത്തിച്ച് കാണുകയുണ്ടായി. അതിനാലാണ് ഈ സ്വപ്നം വ്യാഖ്യാനിക്കുന്നതിനായിട്ട് മന്ദാരയെ ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സ്വപ്നം കേട്ടതും മന്ദാരയുടെ മുഖത്ത് ഒരു ചെറു ചിരി വിടരുന്നു. അവൾ രാജാവിനോട് പറഞ്ഞു, ഇത് വളരെ മനോഹരമായ ഒരു സ്വപ്നമാണ്. നഷ്ടപ്പെട്ടു പോയ എന്തോ ഒന്ന് തിരിച്ചു കിട്ടാൻ പോകുന്നുവെന്ന് അർത്ഥം വരുന്ന പ്രതീക്ഷയുടെ സ്വപ്നം. പറഞ്ഞാലും രാജൻ, ഈ കൊട്ടാരത്തിൽ നിന്നും ഏറെ വിലമതിക്കുന്ന എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അതൊരു വസ്തു ആകണമെന്നില്ല, ഒരു വ്യക്തിയാകാനും സാധ്യതയുണ്ട്. ഇത് കേട്ടതും രാജാവിൻ്റെ മുഖം മങ്ങി. അദ്ദേഹം വളരെ സങ്കടത്തോടെ മന്ദാരയോട് പറഞ്ഞു, എൻ്റെ മകൻ, അവൻ ഇവിടം വിട്ടു പോയിട്ട് നാളുകൾ ഏറെ ആയിരിക്കുന്നു. അവൻ തിരിച്ചു വരേണ്ട സമയം ഇതിനോടകം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ചാരന്മാർ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവനെ തേടി പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവൻ്റെ ഒരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പറയൂ മന്ദാര, എൻ്റെ മകൻ, അവൻ തിരിച്ചു വരുമോ? ഇത് കേട്ടതും മഹാറാണിയും കണ്ണീരോടെ തൻ്റെ മകനെ പറ്റിയുള്ള ആശങ്കകൾ മന്ദാരയോട് പങ്കുവച്ചു. ആ യോഗത്തിൽ ചേർന്ന ഓരോരുത്തരും ആ യുവരാജാവിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഈ നാടിൻ്റെ പ്രതീക്ഷയാണ് യുവരാജാവ്. കൊട്ടാരത്തിലുള്ളവർക്ക് മാത്രമല്ല, ഈ നാട് മൊത്തവും അവനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവൻ്റെ കൈകളിൽ ഈ രാജ്യം സുരക്ഷിതമാണെന്ന് എല്ലാവർക്കും വിശ്വാസമുണ്ടായിരുന്നു. യുവരാജാവിനെ നഷ്ടമായി എന്ന വാർത്ത കേൾക്കേണ്ടി വന്നാൽ ഈ നാട് മുഴുവൻ ഇളകി മറിയും. അവർക്കൊരിക്കലും ഇത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. പറഞ്ഞാലും മന്ദാര, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ തിരിച്ചു കിട്ടുമോ? ഈ നാടിന് അവരുടെ യുവരാജാവിനെ തിരികെ കിട്ടുമോ? ഏറെ വിഷമത്തോടെ രാജാവ് മന്ദാരയോട് ചോദിച്ചു. യുവരാജാവിനെ പറ്റി എല്ലാവരും സംസാരിക്കുന്നത് കേട്ടിട്ട് മന്ദാരയ്ക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് തോന്നി. ഒടുവിൽ എല്ലാവരുടെയും ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് മന്ദാര ഇപ്രകാരം പറഞ്ഞു, ആരും ഭയക്കേണ്ടതില്ല, യുവരാജാവ് നിശ്ചയമായും തിരികെ വരും. ഇത് കേട്ടിട്ടും രാജാവിന് ഒട്ടും സന്തോഷം തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. മന്ദാര, കേവലം അവൻ തിരികെ വരും എന്ന വാക്ക് എനിക്കൊട്ടും ആശ്വാസം നൽകുന്നില്ല. നീ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം മുഴുവനായും വിശദമാക്കി തന്നാലും. ഒരു ചെറു പുഞ്ചിരിയോടെ മന്ദാര ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ തുടങ്ങി. കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ വലിയ വൃക്ഷം കൊട്ടാരത്തെയും ആ അമ്മശലഭം രാജാവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അങ്ങയ്ക്ക് മകനോടുള്ള സ്നേഹത്തെയാണ് അമ്മശലഭത്തിൻ്റെ പരിചരണവും കാത്തിരിപ്പും സൂചിപ്പിക്കുന്നത്. എന്നാൽ ആരോ ഒരാൾ അങ്ങയുടെ മകനെ ഇപ്പോൾ അപായത്തിലാക്കിയിരിക്കുകയാണ്. ദൂരെ ഏതോ ദേശത്ത് അദ്ദേഹം ഇപ്പോൾ ഒരു അപകടത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ആരും ഭയപ്പെടേണ്ടതില്ല. രാജകുമാരൻ എവിടെയുണ്ടെന്ന് കണ്ടെത്തി അദ്ദേഹത്തെ രക്ഷിച്ചു കൊണ്ടുവരാൻ അങ്ങയുടെ വിശ്വസ്തനായ അതിപ്രഗത്ഭനായ ഒരു അനുയായിക്ക് സാധിക്കും. അങ്ങ് പറഞ്ഞാലും അങ്ങ് കഴിഞ്ഞാൽ ആരാണ് ഈ കൊട്ടാരത്തിൽ ഏറ്റവും മികവുറ്റവനായിട്ടുള്ളത്? ഇത് കേട്ടതും രാജാവ് മന്ദാരയോട് പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ അല്ല, ഈ സാമ്രാജ്യത്തിൽ തന്നെ ഏറ്റവും മികവുറ്റവനാണ് എൻ്റെ മകൻ ജയദേവൻ. അവൻ തീർച്ചയായും എന്നെക്കാളും മികച്ചവൻ തന്നെയായിരുന്നു. ഇത്രയും കഴിവുള്ള എൻ്റെ മകനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി അവനെ രക്ഷിക്കാൻ അവനേക്കാൾ മികവുള്ള മറ്റാരാണ് ഈ കൊട്ടാരത്തിൽ ഉള്ളത്? ഇത് കേട്ടതും മന്ത്രി ആര്യകേശൻ രാജാവിനോട് പറഞ്ഞു, അങ്ങ് ഭയപ്പെടാതിരുന്നാലും എൻ്റെ മകൻ ആര്യാക്ഷൻ നമ്മുടെ യുവരാജാവിനെ കണ്ടെത്തുന്നതായിരിക്കും. അതിനുള്ള മികവ് അവനുണ്ടെന്നുള്ള കാര്യം അങ്ങേക്കും അറിയാം. അതുകൊണ്ടാണല്ലോ അങ്ങ് നമ്മുടെ സേനാധിപതിയായി അവനെ തിരഞ്ഞെടുത്തത്. ഇത് കേട്ടതും രാജാവിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു. എന്നാലും ചെറിയ ആശങ്കയോടെ രാജാവ് മന്ത്രിമുഖ്യനോട് പറഞ്ഞു, സേനാധിപതി ആര്യാക്ഷനിൽ എനിക്ക് വിശ്വാസമുണ്ട്. എന്നാൽ എൻ്റെ മകനെ ഇത്ര നാളായിട്ടും കണ്ടെത്താൻ നമുക്കാർക്കും ഇതുവരെ സാധിച്ചില്ലല്ലോ. ഈ സമയം ആര്യാക്ഷൻ അവിടേക്ക് രംഗപ്രവേശം ചെയ്തു. മഹാരാജൻ, ഒരു പ്രധാനപ്പെട്ട സന്ദേശവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് എന്താണെന്നറിയാൻ ആ സഭയിൽ കൂടിയിരുന്ന എല്ലാവരും ആകാംക്ഷയോടെ കാതോർത്തു. രാജാവ് പറഞ്ഞു, പറഞ്ഞാലും എന്താണ് അങ്ങ് കൊണ്ടുവന്നിരിക്കുന്ന ആ സന്ദേശം? ഏറെ ആവേശത്തോടെ സേനാധിപതി ആര്യാക്ഷൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ യുവരാജാവിനെ സേതാഗിരിയിൽ ബന്ധിതനാക്കി വെച്ചിരിക്കുകയാണെന്ന്
ചാരന്മാർ മുഖേന അറിയാൻ കഴിഞ്ഞു. ഇത് കേട്ടതും മഹാരാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു. അസംഭവ്യം! എങ്ങനെയാണിത് സംഭവിക്കുക? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എത്രയും വേഗം നമ്മുടെ സേനയെ സജ്ജമാക്കിയാലും ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ മകനെ മോചിപ്പിക്കാനായി അവിടേക്ക് പുറപ്പെടാൻ പോവുകയാണ്. പക്ഷേ ആര്യാക്ഷൻ അദ്ദേഹത്തോട് പറഞ്ഞു, മഹാരാജൻ, അത് വളരെ ചെറിയ ഒരു രാജ്യമാണ്. ഇത്രയും ചെറിയൊരു രാജ്യത്തെ തോൽപ്പിക്കുന്നതിനായി അങ്ങ് എന്തിനാണ് പുറപ്പെട്ടു പോകുന്നത്? യുവരാജാവിനെ രക്ഷിക്കുന്ന കാര്യം അങ്ങ് എന്നെ ഏൽപ്പിച്ചാലും ഞാനിത് ഭംഗിയായി നിർവഹിക്കുന്നതായിരിക്കും. ആര്യാക്ഷൻ്റെ ഈ അഭിപ്രായത്തെ ആ സഭയിൽ കൂടിയ എല്ലാവരും പിന്തുണച്ചു. പോരാത്തതിന് മന്ദാര കൂടി അദ്ദേഹത്തിന് പിന്തുണ നൽകി. കാരണം സ്വപ്നവ്യാഖ്യാന പ്രകാരം മഹാരാജാവിൻ്റെ അരികിലേക്ക് മറ്റൊരാളാണ് യുവരാജാവിനെ കൊണ്ടുവന്നെത്തിക്കുന്നത്. അതിനാൽ അങ്ങ് ആര്യാക്ഷനെ പോകാൻ അനുവദിച്ചാലും. അങ്ങനെ എല്ലാവരുടെയും നിർദ്ദേശത്തിന് വഴങ്ങി മഹാരാജൻ ആ ദൗത്യം സേനാധിപതിയെ ഏൽപ്പിച്ചു. കോപം കൊണ്ട് ജ്വലിച്ചിരുന്ന മഹാരാജാവ് മറ്റൊരു കാര്യം കൂടി സേനാധിപതിയോട് പറഞ്ഞു. എൻ്റെ മകനെ ബന്ധനസ്ഥനാക്കാൻ മുതിർന്ന ആ രാജ്യം ഇനി ബാക്കിയുണ്ടാവാൻ പാടില്ല. ഇന്നേ വരെ തൃക്കാമതിപുരി ആരെയും അങ്ങോട്ടേക്ക് ആക്രമിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് നാം ആദ്യമായി ഒരു രാജ്യത്തിന് നേരെ ആക്രമണത്തിന് ഒരുങ്ങുകയാണ്. ഇത് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാകണം. തൃക്കാമതിപുരിക്കെതിരെ തിരിയാൻ ആരും ഇനി ധൈര്യപ്പെടരുത്. സേതാഗിരി ഇതോടെ നാമാവശേഷമാകണം. ആവശ്യമായ സേനാബലത്തോടൊപ്പം എത്രയും വേഗം പുറപ്പെട്ടുകൊള്ളുക. എൻ്റെ പുത്രനുമായി നീ തിരിച്ചു വരുമ്പോൾ സേതാഗിരിയുടെ പതനത്തിൻ്റെ സന്തോഷ വാർത്തയും എൻ്റെ കാതുകളിൽ മുഴങ്ങണം. അങ്ങനെ തൃക്കാമതിപുരി സേതാഗിരിക്കെതിരെയുള്ള പടയൊരുക്കം ആരംഭിച്ചു. ഇതിനു മുമ്പും പല ആക്രമണങ്ങളും തൃക്കാമതിപുരിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അതിനെയെല്ലാം നിഷ്പ്രയാസം എതിർത്ത് തോൽപ്പിച്ച ചരിത്രമാണ് തൃക്കാമതിപുരിക്കുള്ളതും. ഇതാദ്യമായിട്ടാണ് തൃക്കാമതിപുരി ഒരു രാജ്യത്തിനെ അങ്ങോട്ടേക്ക് ആക്രമിക്കാൻ പോകുന്നത്. തൃക്കാമതിപുരിയുടെ സൈനിക ബലത്തെ വെച്ച് നോക്കുമ്പോൾ സേതാഗിരി അവർക്ക് ഒരു എതിരാളികളെ അല്ല. എന്നാൽ ഇവർ കരുതുന്നത് പോലെ സേതാഗിരി ഒരു സാധാരണ രാജ്യമല്ല. സൈനിക ബലത്തിന് മുകളിലും ചില കാര്യങ്ങളുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കെൽപ്പുള്ള ഒരു രാജ്യമായിരുന്നു സേതാഗിരി, അല്ലെങ്കിൽ മേദിനി കാണ്ഡം. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഫൈൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സീ യു അഗെയിൻ.